ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. ഇപ്പോൾ സമയം രാവിലെ 9 മണിയാണ് കേട്ടോ. ലച്ചുന്ന് സ്കൂളിലേക്ക് രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയതാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത്. അവളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ലേറ്റായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാം, ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് നമ്മൾ രാത്രിയും കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ലച്ചുവിനെ സ്കൂൾ ബസ് വരുന്ന ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി കൊടുത്ത് വന്നിട്ട് ഞാൻ നമ്മുടെ പണികളിലേക്ക് കടന്നിരിക്കുകയാണ്. ചോറിനുള്ള വെള്ളം ദേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴികെ ബാക്കിയെല്ലാം ഞാൻ അടുപ്പത്ത് തന്നെയായിട്ട് ഉണ്ടാക്കുന്നത്. നന്നായി കത്തുന്ന വിറകും കുറച്ച് ചകിരിയും ഉണ്ടെച്ചെങ്കിൽ ഈ അടുപ്പത്തുള്ള പണി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എണീറ്റ് വന്ന് കിച്ചണിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ ഇരിക്കുന്നതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്ക് എടുത്ത് വെക്കാൻ കേട്ടോ. കാരണം കറി വെക്കാനുള്ള മീൻ വറുക്കാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, അത് ഇനി തേങ്ങയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ തേങ്ങ അതൊക്കെ എടുത്ത് വെക്കുക, പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യാറ്. ആദ്യത്തെ പണി എന്ന് പറയുന്നത് അതാണ് കേട്ടോ. പിന്നീട് ഞാൻ ചായ ഉണ്ടാക്കാനും ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ അത് ഉണ്ടാക്കാനൊക്കെ നിൽക്കുക. അപ്പോൾ ഇന്ന് ഇഡലിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നമ്മുടെ തീയൊക്കെ നന്നായി കത്തി വന്നു. ഇനി ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ കരടുകളൊന്നുമില്ല, അല്ലെങ്കിൽ പേപ്പർ കട്ടിങ്സോ അല്ലെങ്കിൽ പെൻസിൽ ഷാർപ്പ് ചെയ്ത പൊടി അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ഇന്നിപ്പോൾ എന്താ വലിയ കരടുകളൊന്നുമില്ല. എൻ്റെ ലച്ചുവിന് എന്ത് പറ്റിയെന്ന് അറിയില്ല, അല്ലെങ്കിൽ ആകെ എപ്പോഴും ആകെ പേപ്പർ കട്ടിങ്സാണ് കൂടുതലുണ്ടായിരിക്കുക. ഇന്നിപ്പോൾ ഒന്നുമില്ല കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലാണ് ഞാൻ മാറാലൊക്കെ തട്ടി നമ്മുടെ ജനലിലെ അവിടെയൊക്കെയുള്ള പൊടികളൊക്കെ തുടച്ചിട്ട് നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യുക. ആഴ്ചയിൽ ഒരിക്കലാണ് കേട്ടോ ചെയ്യുന്നത്. ഇന്ന് ഞാൻ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരിയിടുക, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അടിച്ചു വാരി വന്നപ്പോഴത്തേക്കും നമ്മുടെ അരി ഇടാനുള്ള വെള്ളം ചൂടായിട്ടുണ്ട്. രാത്രിക്കും കൂടിയുള്ള ചോറ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള അരി എടുത്ത് ഇടുന്നുണ്ട്. ചില ദിവസങ്ങൾ രാത്രി കഞ്ഞിയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇന്നിനിപ്പോൾ ചോറ് മാത്രം, രാത്രി ചോറും പിന്നെ ഇന്ന് നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്ന കറികൾ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അത് തന്നെയാണ് രാത്രി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേ അരിയൊക്കെ ഇട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഈ ചെറുമണി അരി ഉണ്ടല്ലോ, റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരി, അതാണ് ഇവിടെ എല്ലാവർക്കും പൊതുവേ ഇഷ്ടം. അപ്പോൾ ആ അരി തന്നെയാണ് ഉപയോഗിക്കാറ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ അരി തന്നെയാണ് മേടിച്ചിട്ട് ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ചോറൊക്കെ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് നമ്മുടെ തീയൊക്കെ ഒന്നുകൂടെ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ കുറച്ച് മരങ്ങളൊക്കെ മുറിക്കേണ്ട ഒരു ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിറകുണ്ട്. ഇപ്പോഴെന്ന് വെച്ചാൽ നല്ല വെയിലും ചൂടൊക്കെയാണല്ലോ, അതുകൊണ്ട് വിറകൊക്കെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നന്നായി കത്തണുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചോറിനുള്ള അടുപ്പിൽ കുറച്ചുകൂടെ വിറക് വെച്ചിട്ട് ഞാൻ തുടയ്ക്കാൻ വേണ്ടി നിന്നു. ഇവിടെ ഡെയിലി തുടയ്ക്കാറൊന്നുമില്ല, ഒന്നരാടം ദിവസങ്ങളൊക്കെയാണ് കേട്ടോ തുടയ്ക്കാറ്. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളാണ് തുടച്ചെടുക്കാറ്. കാരണം ഇവിടെ രാവിലെ മോള് സ്കൂളിൽ പോയി ചേട്ടൻ വർക്കിന് പോയി കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ, അധികം പൊടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ ഡെയിലി തുടച്ചെടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ഞാൻ ഒന്നരാടം തുടയ്ക്കുകയാണ് ചെയ്യാറ് കേട്ടോ. റൂമും സിറ്റ് ഔട്ടും ഹാളൊക്കെ തുടച്ച് വന്നപ്പോഴത്തേക്കും ഇത് ചോറ് നന്നായി തിളച്ചിട്ടുണ്ട്, വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പുകയില്ലാത്ത അടുപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു കുഞ്ഞടുപ്പ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ അതിൽ കുടിവെള്ളമാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പോൾ ചോറ് തിളച്ചപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, കുടിവെള്ളം ഞാൻ മാറ്റി വെച്ചിട്ട് ചോറ് ആ ചെറിയ അടുപ്പിലേക്ക് വെച്ചു കേട്ടോ. നടുവിലുള്ള അടുപ്പുണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ ചോറ് ആ നടുവിലുള്ള അടുപ്പിലേക്ക് വെച്ചു. ഇനിയിപ്പോൾ കത്തുന്ന അടുപ്പിൽ, നമ്മുടെ വലിയ അടുപ്പിൽ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അയിലക്കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിലൊരു അയിലക്കറിയായിട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ലച്ചുവിന് ഇങ്ങനെ തേങ്ങ അരച്ച കറിയോട് വലിയ താല്പര്യമില്ല. ആദ്യം അവൾക്ക് എന്ത് മീനാണെങ്കിലും തേങ്ങ അരച്ച് വെക്കുന്നതിനോടായിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നത്. ഇപ്പോൾ തേങ്ങ അരച്ച കറി അധികം ഇഷ്ടമല്ല, മുളകിട്ട കറിയാണ് ഇഷ്ടം. അപ്പം ഞാൻ അവൾക്ക് ഇഷ്ടത്തിലുള്ളൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് സവാള ആദ്യം അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടി തക്കാളി വേണം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചട്ടി അവിടെ ചൂടാവുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പം നമ്മൾ വീട്ടമ്മമാരും ഒരു സമയത്ത് തന്നെ പല പണികളും നമ്മൾ ചെയ്യൂലേ. ഒരു സമയത്ത് കഷ്ണം കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അപ്പുറത്തെ അടുപ്പിൽ വേറെ കാര്യങ്ങൾ ചെയ്യും. ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്യാം അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കട്ട് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. പിന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ചട്ടിയുണ്ടല്ലോ, വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ചില ആളുകൾ ഉലുവട്ട് കൊടുക്കാറില്ല. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഓരോ നാട്ടിലും ഓരോ രീതികളായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പം ഞാനിത് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഉലുവ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജീസ് ഉണ്ടല്ലോ, അതായത് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ.
നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ഈ പൗഡേഴ്സൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പാത്രം ഞാൻ മീഷോന്ന് മേടിച്ചതായിരുന്നു. എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം ഒരു തവണ അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ എല്ലാതും അതിൽ തന്നെ ഉണ്ടല്ലോ. എനിക്കിത് വളരെ യൂസ്ഫുള്ളാണ്. കോംബോ ഓഫറിലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ട പൗഡേഴ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയെടുക്കുക. ചട്ടിയാവുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, ശ്രദ്ധിക്കുക തീയും. പിന്നെ നമുക്ക് ഗ്യാസ് അടുപ്പ് പോലെ ഇങ്ങനെ കുറയ്ക്കാനും കൂട്ടാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ സാമ്പാർ പുളി, വളംപുളി അങ്ങനെയൊക്കെ പറയില്ലേ, അതൊഴിച്ച് കൊടുത്ത് കുറച്ചുകൂടെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിനി അതൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ചിട്ട് ഒന്ന് തിളച്ചെടുക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ചോറ് വെന്ത് കിട്ടും. നമ്മൾ ഈ ചൂട് തട്ടുന്നുണ്ടല്ലോ, നല്ല ചൂടുള്ള അടുപ്പാണ്. അപ്പോൾ ചോറ് നമ്മൾ വെന്തിട്ടുണ്ട്. അപ്പം ഇനി ചോറൊന്ന് ഊറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു അടുപ്പ് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ആ അടുപ്പത്ത് എന്തെങ്കിലും വെച്ചാലാണല്ലോ കത്തി പിടിക്കുക, അല്ലെങ്കിൽ പുകഞ്ഞ് ഇരിക്കുകയല്ലേ ചെയ്യുക. അപ്പം ഇനി ഞാൻ വീണ്ടും അതിലേക്ക് കുടിവെള്ളം തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ചോറ് ഊറ്റിയെടുക്കട്ടെ കേട്ടോ. ഞാനിങ്ങനെയല്ല എപ്പോഴും ചോറ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. എനിക്കങ്ങനെ ചോറ് ഇങ്ങനെ വാർത്ത് വെക്കില്ലേ, അങ്ങനെ തീരെ പറ്റാറില്ല. എപ്പോഴും തെന്നിപ്പോവും. ഒരിക്കലും ഭയങ്കര ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതില്ലെങ്കിൽ ഞാൻ ആകെ പൊള്ളിയേനെ ഇങ്ങനെ തെന്നിപ്പോയിട്ട്. എനിക്ക് അത് അധികം പറ്റാറില്ല. ഞാനിങ്ങനെ എത്രയാണെങ്കിലും ഊറ്റിയെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ കുടിവെള്ളം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് രാമച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അവിടെ രാമച്ചിട്ട വെള്ളമാണ് കഴിക്കാറ്. ബാക്കി പതിമുഖം അങ്ങനത്തെ അതിൻ്റെ ടേസ്റ്റൊന്നും ഇവിടെ ഇഷ്ടപ്പെടാറില്ല. ഈ ഒരു രാമച്ചത്തിൻ്റെ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം ഞാൻ കുടിവെള്ളത്തിലേക്കുള്ള രാമച്ച ഇട്ട് കൊടുത്തു. നമ്മുടെ ചോറൂറ്റൽ ഇത് ഒരു തലയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മീൻ കറിക്കുള്ള അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പണികളും ഇപ്പോൾ 3 വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കണം. അപ്പോൾ അത് കറി നോക്കി നോക്കുമ്പോൾ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി മീനിട്ട് കൊടുക്കണം. ഈ തലേദിവസം മീനൊക്കെ മേടിച്ച് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പിറ്റേ ദിവസം കറി വെക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. കാരണം ഞാൻ രാത്രി എത്ര വൈകിട്ട് മീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ നന്നാക്കി അതങ്ങ് ഫ്രീസറിൽ വെക്കും. മസാല പുരട്ടി വെക്കേണ്ടതാണെന്ന് വെച്ചെങ്കിൽ അത് മസാല പുരട്ടി വെക്കുകയും ചെയ്യും. ഞാൻ മീൻ അതുപോലെ കൊടുന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് നന്നാക്കാറില്ല. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിൻ്റെ ഐസ് വിടണം, അത് നന്നാക്കി എടുക്കാൻ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ എപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ ആ മീനങ്ങ് നന്നാക്കി വൃത്തിയാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. ഇപ്പോൾ നമ്മുടെ ചോറൂറ്റിലൊക്കെ കഴിഞ്ഞു. ഇതിനിടയിൽ തന്നെ ഞാൻ തുണിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി അതൊക്കെ ഒന്ന് എടുത്തിട്ടൊന്ന് വിരിച്ചിടാനുണ്ട്. അപ്പം ഞാൻ മേലേക്ക് വന്നിരിക്കുകയാണ് വിരിച്ചിടാൻ വേണ്ടിയിട്ട്. നല്ല വെയിലാണ്, നല്ല ചൂടുണ്ട്. അപ്പം ഞാൻ മേലെ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെരുപ്പ് ഞാൻ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എന്തോ അവിടെ കാണാനില്ല. ചിലപ്പോൾ ലച്ചു എങ്ങാനിട്ട് താഴത്തേക്ക് കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരിക്കും. അതിപ്പോൾ അവിടെ കാണില്ല. കാലൊക്കെ നന്നായി ചുട്ടു പൊള്ളണം, അത്രയും ചൂടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ മഴയാണെന്നൊക്കെ പറയുന്നത് കേൾക്കും. ഇവിടെ മഴയില്ല, ഒന്നുമില്ല, വെയിൽ മാത്രം. നല്ല ചൂടാണ് ഇവിടെ. വെള്ളത്തിനൊക്കെ ഇപ്രാവശ്യം പെട്ടെന്ന് തന്നെ ക്ഷാമം വരുന്ന തോന്നുന്നത്. അപ്പോൾ തുണികളൊക്കെ ഒന്ന് ഉണക്കിയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. മീനൊക്കെ നന്നായി തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി ഈ കറി ഒന്ന് വറുത്തിടണം കേട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ കറി വറുത്തിടാറുണ്ടോ? ചെറിയ ഉള്ളി കാച്ചി ഒഴിക്കുക. ഇവിടെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ കറി ചെയ്തില്ലെങ്കിൽ ആർക്കും കറി ഇഷ്ടമല്ല ഇവിടെ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അടുപ്പത്ത് തന്നെ മീനങ്ങ് വറുത്തെടുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, ഞാൻ മീനും ഒക്കെ പുറത്തേക്ക് എടുത്ത് വയ്ക്കും. അതുകൊണ്ട് ഇപ്പോൾ ഐസൊക്കെ വിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാൻ വേണ്ടുള്ളൂ. ഇത് ഇത്രയും മീനൊന്നും ഇന്ന് വറുത്തെടുക്കില്ല കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്ത് വറുക്കുകയുള്ളൂ. ബാക്കി നാളേക്കോ മറ്റന്നേക്കോ ഒക്കെ ഉണ്ടായിരിക്കും മീൻ. അപ്പോൾ അതെ, മീനൊക്കെ ഒന്ന് വറുത്തെടുക്കണം. കുഞ്ഞമത്തിയും അയിലയാണ് കേട്ടോ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞമത്തിയാണ് വറുത്തെടുക്കുന്നത്. ഈ കുഞ്ഞമത്തി ഇവിടെ വറുത്തെടുക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ചെറിയ മീനുകളാണ് വറുത്തത് ഇവിടെ എല്ലാവർക്കും അധികം ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞമത്തി കുറച്ചെടുത്തിട്ട് അത് വറുക്കുന്നുണ്ട്. ബാക്കിയുള്ള മീൻ അങ്ങോട്ട് ഫ്രീസറിലേക്ക് തന്നെ വെക്കുകയാണ് കേട്ടോ. ഇത്രയും മതി ഇവിടെ ഉച്ചയ്ക്കും രാത്രിക്കും കൂടിയിട്ട്. ഇത്രയും മീൻ മതി. ഇനി ബാക്കിയുള്ള മീൻ നമുക്കങ്ങ് ഫ്രീസറിലേക്ക് വെക്കാം. നമ്മുടെ വീട്ടിൽ അലക്കലും തുടയ്ക്കലും പിന്നെന്താ കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റേതായ കുറച്ച് പണികളിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇന്നത്തെ എന്നും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാവുമല്ലോ അല്ലേ. ഇത് ഉണ്ണിത്തണ്ടും മൺപയറുള്ള ഉപ്പേരിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് അമ്മ തന്നതായിരുന്നു ഉണ്ണിത്തണ്ട്. അപ്പോൾ അത് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മൺപയർ ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ണിത്തണ്ടും കൂടിയിട്ട് നമ്മൾ ഈ വെളുത്തുള്ളി, ചുവന്നുള്ളി, മുളകൊക്കെ കുത്തി വറുത്തിട്ടുള്ള ഉപ്പേരി ഉണ്ടാവില്ലേ, അത് ഉപ്പേരിയും വെച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് പാത്രം കഴുകിയെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇത്രയും നേരം കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ കഴുകാറുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റുള്ള ആ ചോറും ചെമ്പ് പിന്നെ
മീൻ വറുത്ത ചട്ടി അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. ഇനി അവസാനത്തെ മിനുക്ക് പണി എന്ന് പറയുന്നത് ഇതേ പാത്രങ്ങളിൽ എല്ലതും കഴിഞ്ഞ് അടുക്കള ഒന്ന് തുടച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സകല പണികളും കഴിഞ്ഞിട്ട് ഞാൻ അടുക്കള മാത്രം തുടച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ പണികളും കഴിഞ്ഞ് എൻ്റേതായ പണികളിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.